കാസർഗോഡ് വിദ്യാനഗറിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ജില്ലാ മാർച്ചും ധർണയും നടന്നു. നിരവധി പേർ മാർച്ചിലും ധർണയിലും അണിനിരന്നു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ജില്ലാ മാർച്ചിലും ധർണയിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധമിരമ്പി. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസജ്ജീകരിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച ഉത്തരവ് നടപ്പിലാക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ഏൺഡ് ലീവ് സറണ്ടർ റദ്ദു ചെയ്ത നടപടി പിൻവലിക്കുക, അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദു ചെയ്യുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, വർഗീയതയെ ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജീവനക്കാർക്ക് നിലവിലുണ്ടായിരുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു കമ്മീഷൻ വെക്കുകയും ആ കമ്മീഷൻ 2024 ജൂലൈ 1 മുതൽ ജീവനക്കാർക്ക് ശമ്പളം പരിഷ്കരിക്കണമെന്ന് തീരുമാനമെടുത്ത് ടേംസ് ഓഫ് റെഫറൻസിൽ എഴുതി വെച്ചിട്ട് പോയതാണ്. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, പങ്കാളിത്ത പെൻഷൻ, അതോടൊപ്പം തന്നെ മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കാൻ മുഴുവൻ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്തു. സർവീസ് സംഘടനകൾ മെഡിസപ്പ് തുടരണം എന്നാവശ്യപ്പെട്ടു. അതോടൊപ്പം അതിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി ജില്ലകളിൽ പ്രത്യേക സമിതി, അതിനുവേണ്ടി ജീവനക്കാരുടെ സംഘടനകൾ, ആശുപത്രികൾ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനി, സർക്കാരിന്റെ പ്രതിനിധി എല്ലാം ഉൾപ്പെടുന്ന സമിതി വേണം. അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ സംവിധാനം വേണം. അതിനെല്ലാം ഗവൺമെന്റ് തീരുമാനമെടുത്താണ്. ഞാനിവിടെ സൂചിപ്പിച്ചത്, ഇന്ന് കേരളത്തിന്റെ മേഖലയിൽ, ജീവനക്കാരുടെ മേഖലയിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ കോൺക്രീറ്റ് ആയ ഉത്തരവുകൾ ഇറക്കിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോയത്. ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PR സ്മിത, സംസ്ഥാന കമ്മിറ്റി അംഗം V. ജഗദീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി T. ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി A. വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു. മാർച്ചിനും ധർണയ്ക്കും M. ജിതേഷ്, AV റീന, K. മണികണ്ഠൻ, PD രതീഷ്, K. വിനോദ് കുമാർ, M. സുനിൽകുമാർ, PV മഹേഷ് കുമാർ, M. അനിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.